ഡിഫൻസ് മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന BRO അതായത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ ഏറ്റവും പുതിയ ഒരു ജോബ് നോട്ടിഫിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഡ്രൈവർ ജോലികൾ നോക്കുന്നവർക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന BROയുടെ ഡ്രൈവർ വേക്കൻസി. മൊത്തം 417 വേക്കൻസിയിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കൂടി പ്രതീക്ഷിക്കുന്നു. വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള ഏജ് പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ്. ഇതിൽ OBC-കാർക്ക് 3 വർഷത്തെയും SC/ST-കാർക്ക് 5 വർഷത്തെയും വയസ്സിളവ് കൂടി ഉണ്ടായിരിക്കും. ഇതിൻ്റെ അപേക്ഷ ആരംഭിക്കുന്നത് ജൂലൈ പാതിയോടുകൂടി, അതായത് ജൂലൈ 15-20 തീയതിക്കുള്ളിൽ അപേക്ഷ ആരംഭിക്കുകയും സെപ്റ്റംബർ മാസത്തോടുകൂടി അപേക്ഷ അവസാനിക്കുകയും ചെയ്യും. അപേക്ഷ ആരംഭിക്കുന്നതിൻ്റെയും അവസാനിക്കുന്നതിൻ്റെയും കറക്റ്റായിട്ടുള്ള തീയതികൾ വന്നിട്ടില്ല. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയതിന് ശേഷം നമ്മളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആണ്. അതിനോടൊപ്പം ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കൂടി ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് ബാധകമല്ല. ഫ്രഷേഴ്സിനും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും. ഇതിൻ്റെ ബേസിക് പേ വരുന്നത് 19,900 ആണ്. അതായത് അലവൻസ് എല്ലാം ഉൾപ്പെടെ 35,000-ന് മുകളിൽ ശമ്പളം ലഭിക്കും. മൊത്തം 100 മാർക്കിനാണ് ഇതിൻ്റെ എക്സാം നടത്തുന്നത്. 100 മാർക്കിൽ വരുന്നത് ആദ്യത്തേത് GK-യും രണ്ടാമതായി ചോദിക്കുന്നത് ട്രേഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് രണ്ടാമതായി ചോദിക്കുന്നത്. ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിൽ വരുന്ന സിലബസ് എന്ന് പറയുന്നത് ആദ്യത്തേത് റോഡ് സയൻസ് ഉണ്ടാവും, അതുപോലെ ട്രാഫിക് റൂൾസ് ഉണ്ടാവും, ടയർ റൊട്ടേഷൻ ഉണ്ടാവും, യൂസ് ഓഫ് ടൂൾസ് ഉണ്ടാവും, അതുപോലെ മെയിൻ്റനൻസ് ഓഫ് ലൈറ്റ് ആൻഡ് ഹെവി വെഹിക്കിൾസ് ഉണ്ടാവും, കൂടാതെ യൂസ് ഓഫ് ഓയിൽസ് ആൻഡ് ലൂബ്രിക്കേഷൻസ് ഉണ്ടാവും. ഇത്രയുമായിരിക്കും ട്രേഡുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഈ ഒരു വേക്കൻസിയുടെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയാൽ ഉടൻ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.